മോൻ ഏത് സ്കൂളിലാ പഠിക്കുന്നേ? ICSK എവിടെയാ? കേതൻ ഏതാ? കേതൻ ഓക്കെ ഓക്കെ. ഓക്കെ. ഈ ഗ്രൂപ്പിന്റെ പേരെന്താ അറിയോ? Polka dots. യെസ്, പോൾക്ക ഡോട്ട്സ്. അപ്പൊ എല്ലാരും ഇവിടെ ലിറ്റിൽ ചാമ്പ്യൻസ് ആണ്. ഇവിടെ ഓൾ ആർ ലിറ്റിൽ ചാമ്പ്യൻസ് ഹിയർ. ലിറ്റിൽ ചാമ്പ്യൻസിന്റെ പേരൊന്ന് പറയാമോ? എന്റെ പേര് മാലിനി. ഇന്ന് മെഡിറ്റേഷൻ എടുക്കാൻ പോകുന്ന മാമിന്റെ പേര് സുപ്രിയ മാം. ഇത് സുപ്രിയ മാം. ആ പിന്നെ ക്രാഫ്റ്റ്സ് എടുക്കാൻ പോകുന്ന മാമിന്റെ പേര് നജ്മ മാം. വൈറ്റില് കണ്ടോ നജ്മ മാമിനെ? ഓക്കെ. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇതിനു മുന്നേ? ഓക്കെ ഓക്കെ. ഈ ലിറ്റിൽ ചാമ്പ്സിന്റെ പേര് ഏത് ക്ലാസ്സിലാണ്, എന്തൊക്കെയാ ഹോബീസ് ഒന്ന് പറയാമോ? ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഓരോരുത്തരെ ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. ആരാണ്, എവിടെയാണ്, എന്താണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. കൈ പൊക്കിയിട്ട് ഇങ്ങനെ കാണിച്ചാൽ മതി, അപ്പൊ അവർക്ക് സംസാരിക്കാം. ഓക്കെ, അഭിഷേക്. ഓക്കെ. My name is Abhishek Sunesh. I am from 9th standard in ICSK Ketan, and my hobby is drawing. ഓ, ഓക്കെ. ഓക്കെ. ഹൗ ഓൾഡ് ആർ യു? Just turned 14. Just turned 14. Okay, nice. Okay. So you're in the teenage group. Nice. ആ Okay, അടുത്ത ആരാണ്? അദ്വൈത്. അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. Hello, ma'am. യെസ്, പറഞ്ഞോളൂ. My name is Advait Ajay. Ah. I study in Bhadvidya Bhavan in Abasia. Ah. My hobbies are playing cricket, singing, etc. Very good. Okay, good. Okay. Now, Bhadra. Hi, ma'am. Ah. My name is Bhadra. And I study in ICSK Ketan. I'm in 7th standard and I'm 12. ഓക്കെ. സിസ്റ്റർ ആണോ? സിസ്റ്റർ, അത് സിസ്റ്റർ ആണോ? സിസ്റ്ററിന്റെ പേരെന്താ? Shivani. എന്റെ മോളുടെ പേര്? Shivani. മോക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹോബീസ് എന്തൊക്കെയാണ്? എന്തൊക്കെയാ ഇഷ്ടം ചെയ്യാൻ ഫ്രീ ടൈമില്? Skating. സോറി, Skating. മനസ്സിലായില്ല, ക്ലിയർ ആയില്ല. Skating. സ്കേറ്റിംഗ്. ഓ, ഓക്കെ ഓക്കെ. സ്കേറ്റിംഗ്. Skating. Okay, wonderful. Okay, good, good, good. അടുത്തത് പറയ്. Hello. Next is Devanand. Devanand. പിന്നെ ആരല്ലേ? ആരാ ഇൻട്രൊഡ്യൂസ് ചെയ്യാനല്ലേ? ദേവാനന്ദ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് വീഡിയോ ഓൺ ചെയ്തിട്ട് പറയും. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പ്രോഗ്രാം നമുക്ക് പോകാം. ഓക്കെ. ദേവാനന്ദ്. ഓക്കെ, വെൽക്കം ദേവാനന്ദ്. ഹലോ. ഹായ് ദേവാനന്ദ്. ദേവാനന്ദ് പറഞ്ഞോ, എവിടെയാ പഠിക്കുന്നത്, എന്തൊക്കെയാണ് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്, അതൊക്കെ പറയും. പറഞ്ഞു പോലും. Actually, teacher, he was expecting his friends, but now only there. എന്താ? അതായത് ഫ്രണ്ട്സ് എല്ലാരും കാണുമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. ഓക്കെ, കാണാത്തോണ്ടൊരു വരും കേട്ടോ. പറഞ്ഞോളൂ, മോൻ പറഞ്ഞോ, അതിനെന്താ, എല്ലാരും ജോയിൻ ചെയ്യും കേട്ടോ. ഏത് ക്ലാസ്സിലാ, ഏത് സ്കൂളിലാ? ഉറക്കെ പറയും, ടീച്ചർ കേക്കില്ല. ഉറക്കെ പറയും, ഉറക്കെ പറയേ.
എന്താ ഇഷ്ടം? ഫ്രീ ടൈമിൽ എന്താ ചെയ്യാൻ ഇഷ്ടം? ക്രിക്കറ്റ് കളിക്കാനാണോ, പുസ്തകം വായിക്കാനാണോ, എന്താ ഇഷ്ടം? Playing. പ്ലേയിങ്. ഓക്കെ ചേർന്ന് പറഞ്ഞോളൂ, അച്ഛൻ ചേർന്ന് പറഞ്ഞോളൂ, കുഴപ്പമില്ല. Playing. ഓക്കെ. Level standard ആണ് പറയും. First standard. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാ? ഓക്കെ. ഓക്കെ. പിന്നെ മോൻ എന്താ ചെയ്യാൻ ഇഷ്ടമുള്ളത്? കളിക്കാനൊക്കെ ഇഷ്ടമാണോ? എന്ത് കളിയാ ഇഷ്ടം? എന്ത് കളിക്കാനാ ഇഷ്ടം? Toys. ഏ? Toys. ഏതാ? ടോയ്സ് വെച്ച് കളിക്കാൻ ഇഷ്ടം. ഓക്കെ ശരി, Toys. ഓക്കെ ശരി. ഓക്കെ. ഇന്ന് നമ്മള് ഇന്ന് എന്തൊക്കെയാ ചെയ്യണേന്ന് അറിയോ? ഇന്നത്തെ പ്രോഗ്രാമില് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്തൊക്കെയാ ചെയ്യാൻ പോണെന്ന് ആർക്കെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഓക്കെ. ഇന്ന് നമ്മൾ ചെറിയൊരു മെഡിറ്റേഷൻ ഉണ്ടാവും, ചെറിയൊരു സ്റ്റോറി ഉണ്ടാവും, അതിനൊരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചെറുതായിട്ട് ഉണ്ടാവും. ഓക്കെ. അപ്പൊ നമ്മൾ എന്താ മെഡിറ്റേഷൻ ചെയ്യണമെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? എന്താ മെഡിറ്റേഷൻ, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണമെന്ന് അറിയോ? ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഓക്കെ. നിങ്ങൾ എല്ലാരും ഇന്ന് ഭക്ഷണം കഴിച്ചോ? ആരൊക്കെ ഭക്ഷണം കഴിച്ചു? കൈപൊക്കിക്കേ. ഇത് കഴിച്ചത് ആരൊക്കെ ഭക്ഷണം കഴിച്ചു? എല്ലാരും ഭക്ഷണം കഴിച്ചോ? എല്ലാരും ഭക്ഷണം കഴിച്ചായിരുന്നോ കാലത്ത്? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. വെരി ഗുഡ്. ഓക്കെ. അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചാൽ നമുക്ക് നല്ല ജോഷ് വരണ്ടേ? ഇഷ്ടമുള്ള സാധനമൊക്കെ ഇല്ലേ കഴിച്ചേ കാലത്ത്, അല്ലേ? എല്ലാരും ഭക്ഷണം കഴിച്ചല്ലോ. ഭക്ഷണം കഴിച്ചാൽ നമുക്ക് നല്ല എനർജി കിട്ടുവോ? നല്ല ശക്തി കിട്ടുവോ? ആണോ? ഫോണ് ചാർജ് ചെയ്യാൻ വെക്കാറുണ്ടോ? നമ്മള് ഫോൺ ചാർജ് ചെയ്യാറുണ്ടോ? എന്തിനാ ഫോൺ ചാർജ് ചെയ്യുന്നേ? ഫോൺ എന്തിനാ ചാർജ് ചെയ്യുന്നേ? പറഞ്ഞു. ആരാ ഫസ്റ്റ് പറയുന്നത് നോക്കട്ടെ? ആര് പറയും നോക്കട്ടെ? ഫസ്റ്റ് പറഞ്ഞു. ആരാ ഫസ്റ്റ് പറയുന്നേ? ഫോൺ എന്തിനാ ചാർജ് ചെയ്യുന്നതെന്ന് ഫസ്റ്റ് പറഞ്ഞോ. കൈമുക്കിക്കേ. ആരാ ഫസ്റ്റ് പറയാൻ പോണേ? ആർക്കറിയില്ല? അഭിഷേക്. മെസ്സേജസ് ഒക്കെ കാണാം. മെസ്സേജസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ. മെസ്സേജ് കാണാനായിട്ടാണ്. ശരി. പിന്നെ എന്താ ചാർജ് ചെയ്യുന്നേ? ഫോൺ ചാർജ് ചെയ്യുന്ന എന്തിനാ? അദ്വൈത് പറഞ്ഞേ, ഫോൺ എന്തിനാ ചാർജ് ചെയ്യുന്നേ? ഫോൺ ചാർജ് ചെയ്യുന്നത് നമ്മള് ഫോണിന് ബാറ്ററി, ഫോണിന്റെ ബാറ്ററിക്ക് കുറച്ചും കൂടെ നേരം നമ്മൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ആ ഫോൺ ഒന്ന് നോക്കാനോ അത് വർക്കാക്കാനോ നമ്മൾ ഫോൺ ചാർജ് ചെയ്യുന്നത്. ശരി. വർക്ക് ചെയ്യാനായിട്ട് ഫോൺ ചാർജ് ചെയ്യുന്നു, അല്ലെ? നമ്മളിങ്ങനെ ഒരു ഇതില് പോയിന്റിൽ കുത്തി വെച്ചിട്ട് ഫോൺ ചാർജ് ചെയ്യുന്നു. എല്ലാരും കണ്ടിട്ടുണ്ടോ ഫോൺ ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്? കണ്ടിട്ടുണ്ടോ? ഭദ്ര കണ്ടിട്ടുണ്ടോ? ദീപനത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഫോൺ ചാർജ് ചെയ്യുന്നത് എങ്ങനെയാന്ന് കണ്ടിട്ടുണ്ടോ? ഓക്കെ. എന്തിനാ ഫോൺ ചാർജ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിന് ശക്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ, മെസ്സേജസ് കാണാം, ഗെയിംസ് കളിക്കാം, നമ്മുടെ ഫോണിൽ പല കാര്യങ്ങളും ചെയ്യില്ലേ? അപ്പൊ അതെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് ആ ഫോണിന് ഒരു ശക്തി കൊടുക്കണം. ആ ശക്തി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചാർജറിൽ കുത്തി വെച്ച് കുറച്ച് നേരം എല്ലാം മാറ്റി വെച്ചിട്ട് ചാർജറിൽ കുത്തി വെക്കും. അപ്പോഴേക്കും ആ ഫോണിന് എനർജി കിട്ടും. ആ ചാർജ് അതിനകത്തേക്ക് കയറി പല കാര്യം ചെയ്യാൻ സാധിക്കും. ഓക്കെ. അതുപോലെയാണ് നമുക്കും എനർജി വേണം. നമ്മള് എനർജി കിട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്ന? ആദ്യം നല്ല ഭക്ഷണം കഴിക്കും, അല്ലെ? ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കും, അല്ലെ? നല്ല പോഷക ഗുണമുള്ള ഭക്ഷണം കഴിച്ച് നല്ല ശക്തിയൊക്കെ വെക്കുന്നു പറയും, അല്ലെ?
ഓക്കെ. ഭദ്രക്ക് ഇഷ്ടമുള്ള പോഷകഗുണമുള്ള ഏതെങ്കിലും ഒരു സാധനം പറഞ്ഞേ. ഇഷ്ടമുള്ള സാധനം, കഴിക്കാൻ ഇഷ്ടമുള്ള സാധനം. ആരും ഒന്നും മിണ്ടാത്തത് എന്ത് പറ്റി? എന്താണ് കഴിക്കാൻ പറ്റുന്നത് ഇഷ്ടമുള്ള സാധനം? ഓക്കെ, ശരി. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ സാധനങ്ങൾ ഇഷ്ടമുണ്ടാവും. പല പല കാര്യങ്ങള് കഴിക്കാനൊക്കെ ഇഷ്ടമുണ്ടാവും. അത് നമ്മൾ കഴിച്ച് നല്ല വയറൊക്കെ നിറച്ച് നല്ല ശക്തിയായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ നല്ല ഗെയിംസ് ഒക്കെ കളിക്കാനും പഠിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് ഇത് വേണം, ശക്തി വേണം. ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു കാര്യം ചെയ്യണം. ഒരു നല്ല മണമുള്ള ഒരു ഇത് കയ്യില് പിടിക്കുക. ഏതെങ്കിലും ഒരു സാധനം, മണമുള്ള എന്തെങ്കിലും ഒരു സാധനം കയ്യിൽ പിടിക്കുക. ഒരു 2 മിനിറ്റ്, ഒരു മിനിറ്റ് തരാം. എല്ലാരും എടുത്തു വെച്ചിട്ടുണ്ടോ? എന്തെങ്കിലും മണമുള്ള സാധനം എടുത്തു വെച്ചിട്ടുണ്ടോ? സ്പ്രേ അല്ലെങ്കിൽ പെർഫ്യൂം അല്ലെങ്കിൽ നല്ല ഫ്രേഗ്രന്റ് ആയിട്ടുള്ള സോപ്പ്, എന്തെങ്കിലും നല്ല സ്മെല്ലുള്ള സാധനം ഉണ്ടോ? ദേവാനന്ദിന് കിട്ടിയോ എന്തെങ്കിലും? ദേവാനന്ദ് എന്താ വെച്ചിരിക്കുന്നേ മണമുള്ള സാധനം? എന്തെങ്കിലും എടുത്തു വെച്ചോ കയ്യില്? എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ അടുത്ത്? ഓക്കെ. അഭിഷേകിന്റെ കയ്യിലുണ്ടല്ലോ സ്പ്രേ. എന്താ വെച്ചിരിക്കണേ? സ്പ്രേ ആണോ? പെർഫ്യൂം ആണോ? പെർഫ്യൂം ആണോ? ഓക്കെ. ദേവാനന്ദിന്റെ കയ്യിലുണ്ട്. ദേവാനന്ദിന്റെ കയ്യിലും പെർഫ്യൂം ഉണ്ടോ? Yes. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. പിന്നെ ആരാണ്? അദ്വൈത്. അല്ല, ശിവാനി. ശിവാനി. അല്ല എന്തെങ്കിലും മണമുള്ള ഇതായിട്ട് ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ പറയണേ കയ്യില് എന്തെങ്കിലും മണമുള്ള ഒരു സാധനം കയ്യിൽ എടുത്ത് വെക്കുക. എല്ലാരും വീഡിയോ ഓൺ ചെയ്തോളൂ. വീഡിയോ ഓൺ ചെയ്തോളൂ. വന്നവരൊക്കെ വീഡിയോ ഓൺ ചെയ്തോളൂ. ഫസ്റ്റ് ഇത് പറയുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് വീഡിയോ ഓൺ ചെയ്ത് നമ്മൾ കാണുന്നത്. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും പുതിയതായിട്ട് വന്നവർക്ക് എല്ലാവരും ക്ലാപ്പ് കേട്ടോ. ഓക്കെ, അപ്പം എല്ലാവരും കയ്യിൽ എന്തെങ്കിലും മണമുള്ള സാധനം എടുത്തു വെച്ചിട്ടുണ്ടോ? ഓക്കെ, ആരൊക്കെ എടുത്തു വെച്ചു? ഓക്കെ, അദ്വൈത്തിന്റെ കയ്യിലുണ്ടോ? ഉണ്ടോ? കാണുന്നില്ല. ഓക്കെ. വിനീത. ഓക്കെ, ഓക്കെ. യെസ് യെസ്, ഗുഡ് ഗുഡ്. അനിഷ്ക. ഓക്കെ, എല്ലാവരുടെ കയ്യിലുണ്ട്. ഗുഡ്. ഓക്കെ, ഗുഡ് 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 ഗുഡ്. ഓക്കെ, ഇനി എന്താ ചെയ്താല് കണ്ണാടി ഉള്ളവരെ കണ്ണാടി ഒന്ന് മാറ്റി വെക്കുക. ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കുക. ഓക്കെ, എന്നിട്ട് സ്പ്രേ ആണെങ്കിൽ സ്പ്രേ ഒന്ന് കയ്യിലടിക്കോ, എന്തെങ്കിലും ഒന്ന് കയ്യിലടിക്കുക. അത് മീൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് മണം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എവിടെയെങ്കിലും ഒരു ഇതില് ഇങ്ങനെ മണം ഇതായി. എല്ലാവരും ഒന്ന് സ്പ്രേ ഒന്ന് ഇതാക്കി. മണമുണ്ടോ? മണമുണ്ടോ? എന്ത് മണമാ ഉള്ളത്? എന്തിന്റെ മണമാണ്? അഭിഷേക് പറഞ്ഞോ, എന്താണ് ഏതിന്റെ മണം? Perfume, lemon. മണം എന്ത് വെച്ചിട്ടാ? എന്ത് മണമാ? Lemon. ജാസ്മിൻ ആണോ? ഇത് പല മണമുണ്ട് അല്ലെ? പലതരത്തിലുള്ള മണമുണ്ട് അല്ലെ? ഓക്കെ, എല്ലാവരും ഇതാക്കുന്നുണ്ടോ? എല്ലാവർക്കും മണം കിട്ടുന്നുണ്ടോ? മണം കിട്ടുന്നുണ്ടോ? Yes. എല്ലാവർക്കും മണം കിട്ടുന്നുണ്ടോ? ഓക്കെ, ശരി. ഇനി എന്താ വെച്ചാല് നമ്മള് കൈ ഇങ്ങനെ പിടിച്ചോളൂ. ഓക്കെ, കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മണം ഇങ്ങനെ വെച്ചിട്ട് മണം വരുന്നുണ്ടോ എന്നൊന്ന് നോക്കാം. മണം കിട്ടുന്നുണ്ടോ? എല്ലാവർക്കും മണം കിട്ടുന്നുണ്ടോ? ഉണ്ടോ? എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ.
ഓക്കെ, ശരി. അപ്പൊ ഇനി കണ്ണടച്ചിട്ട് ഞങ്ങള് മ്യൂസിക് ഇടും. ഓക്കെ, ഒരു ഗെയിം പോലെ. ഓക്കെ, ഈ മ്യൂസിക് ഇട്ടിട്ട് ഈ മണം മാത്രം ശ്രദ്ധിച്ച് കണ്ണടച്ചിരിക്കണം. റെഡിയാണോ? മനസ്സിലായോ എന്താ ചെയ്യേണ്ടതെന്ന്? മനസ്സിലായോ? ഓക്കെ, ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് മ്യൂസിക് ഇട്ട് തരാം. ആ മ്യൂസിക് കേട്ടിട്ട് കണ്ണടച്ച് ഈ ഇത് ഇങ്ങനെ മടുപ്പിച്ചിട്ട് ഇങ്ങനെ അതിൽ മാത്രം മണം മാത്രം ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, കണ്ണടച്ചോളൂ. ഓക്കെ, മ്യൂസിക് ഇടാം. താഴെ വെച്ചോളൂ. താഴെ വെച്ചു. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ലൂസ് ആക്കി വെച്ചോളൂ. അങ്ങനെ വെച്ചു. ഇനി കണ്ണടച്ചിട്ട് ക്ലോസ് യുവർ ഐസ്. ഓരോ ശ്വാസം എടുക്കുമ്പോഴും ആ മണം നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വരും. അതിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, മാം ക്ലിയർ അല്ല ഓഡിയോ? ഇല്ല, ഓഡിയോ ഇല്ല. ഓ സോറി. ഓഡിയോ ഉണ്ടോ? ഇല്ല. ഓരോ ശ്വാസവും ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ ആസ്വദിച്ച് നല്ല ആ മണം ഇങ്ങനെ ആസ്വദിച്ചിട്ട് ഇങ്ങനെ ശ്വാസം ഇങ്ങനെ എടുത്ത് വിടുക. ഓക്കെ, ബ്രീത് ഇൻ. നല്ല ആ മണം ഇങ്ങനെ നമ്മുടെ മൂക്കിലേക്ക് നമ്മളിങ്ങനെ വരുന്നത് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. കണ്ണടച്ച് വേറൊന്നും വേണ്ട. ഇപ്പൊ ആ മണം മാത്രം പിടിച്ച് ഇങ്ങനെ ഇരിക്കുക. കണ്ണടച്ചിരിക്കണേ. കണ്ണ് തുറക്കണ്ട. ഒക്കെ ശബ്ദം കേൾക്കാം. മണം കിട്ടുന്നുണ്ട്.
നമുക്കിങ്ങനെ കുറച്ച് നേരം കാര്യത്തിൽ ശ്രദ്ധ കൊടുത്തിരിക്കുമ്പോൾ ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് പിന്നീട് കിട്ടും.
കേൾക്കാൻ പറ്റുന്നുണ്ടോ? മാലി കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആ കേൾക്കാം മാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഒരു ക്ലാപ്പ് കൊടുക്കൂ. എല്ലാവർക്കും ക്ലാപ്പ് കൊടുത്തേ. ക്ലാപ്പ് കൊടുത്തേ. നല്ലോണം ഫുൾ ക്ലാപ്പ് ചെയ്യണം. നല്ലോണം ചെയ്യണം. ചെയ്തുകൊണ്ടേയിരിക്കണം. ജസ്റ്റ് ക്ലാപ്പ് 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 ക്ലാപ്പ്. ഓക്കെ ഗ്രേറ്റ്. ഓക്കെ ശരി. ഓക്കെ താങ്ക് യു താങ്ക് യു. ഇപ്പൊ നമ്മൾ ചെയ്തപ്പോ എന്താണ്, നമ്മൾ എന്താ ശ്രദ്ധിച്ചിരുന്നത്? നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? അൺമ്യൂട്ട് ചെയ്തിട്ട് ആൻസർ ചെയ്തോളൂ. മൈക്ക് ഓൺ ചെയ്തിട്ട്. നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? വിമിത 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 അൺമ്യൂട്ട് ചെയ്തോ? അൺമ്യൂട്ട് ചെയ്യണം. Meditation. എന്താ എന്താ ചെയ്തേ? Meditation. ഓക്കെ വെരി ഗുഡ്. ഓക്കെ ശരി. എങ്ങനെയാ മെഡിറ്റേഷൻ ചെയ്തത് നമ്മള്? അഭിഷേക് പറഞ്ഞേ. അഭിഷേക് എങ്ങനെയാ ചെയ്തത്? കണ്ണടച്ചിട്ട് ആ സ്മെല്ലിൽ ഫോക്കസ് ചെയ്തോണ്ടിരിക്കുന്നു. ഓക്കെ ഓക്കെ. സ്മെല്ല് ഫോക്കസ് ചെയ്യുമ്പം നമ്മള് ശ്വാസത്തിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നു. ഓക്കെ. അപ്പൊ കുറച്ചു നേരം വേറെ എന്തെങ്കിലും ശ്രദ്ധിച്ചോ ആ സമയത്ത്? ഇല്ലല്ലോ. ഇത് മാത്രമല്ലേ ശ്രദ്ധിച്ചോളൂ? ശ്വാസം മാത്രമല്ലേ ശ്രദ്ധിച്ചോളൂ അല്ലെ? വേറെന്തെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? ഹലോ അഭിജിത്ത്. അഭിജിത്ത് അല്ലേ? അദ്വൈത്. അദ്വൈത് പറയൂ, എങ്ങനെയുണ്ടായിരുന്നു? അൺമ്യൂട്ട് ചെയ്തു. ഞാൻ പെർഫ്യൂമിന്റെ മണം മാത്രമേ ശ്രദ്ധിച്ചിരുന്നു. അത് മാത്രമേ ശ്രദ്ധിച്ചിരുന്നു അല്ലേ? കേൾക്കാം. കേൾക്കാം. പറഞ്ഞു. അത് മാത്രമേ ശ്രദ്ധിച്ചിരുന്നോ? ഓക്കെ ഓക്കെ. അത് തന്നെയാണ്. പിന്നെ എന്താണ്? ഓക്കെ. അൻഷിക മൊഴി ചെയ്തായിരുന്നോ ഒന്ന്? മണം കിട്ടിയായിരുന്നു. തനിഷ്ക നല്ലോണം മണം കിട്ടിയായിരുന്നോ? കേക്കുന്നില്ലേ? ഉണ്ടോ? മണം ഉണ്ടായിരുന്നോ? കണ്ണടിച്ചിരുന്നോ മോളു? കണ്ണടിച്ചിരുന്നായിരുന്നോ കുറച്ചു നേരം? ഓക്കെ. അങ്ങനെ ഇരുന്നപ്പോ സുഖം തോന്നിയോ? ഓക്കെ മിടുക്കി. ഗുഡ് ഗുഡ് ഗുഡ്. ഓക്കെ. ഭദ്ര മോള് ചെയ്തായിരുന്നോ? കേൾക്കുന്നില്ല. മോള് കാണുന്നില്ല. മോളെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ മോള് കണ്ണു തുറന്നോ ഇടയ്ക്കൊക്കെ? കണ്ണടച്ചിരുന്നാലേ നമുക്ക് എനർജി കിട്ടുള്ളൂ കേട്ടോ. കണ്ണു തുറക്കാൻ പാടില്ല. ഓക്കെ. രണ്ടുപേരും ചെയ്തോ പറഞ്ഞു? ശരി. ഓക്കെ 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 ശരി. അപ്പൊ ഇതാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. എന്താണ്? നമ്മള് ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുമ്പോ നമുക്ക് എനർജി ഭക്ഷണത്തിൽ കിട്ടുന്നത് പോലെ നമുക്ക് കണ്ണടച്ച് വേറെ ഒന്നിനെ ശ്രദ്ധിക്കാതിരിക്കുമ്പോ നമുക്ക് എനർജി കിട്ടും. ആ എനർജിയുടെ പേരാണ് പ്രാണ. എന്ത് എനർജിയാണത്? പ്രാണ. എന്താണ്? ഒന്നും കൂടെ എല്ലാരും പറഞ്ഞേ. എന്താണ് എനർജി? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയും. എല്ലാരും പറഞ്ഞു. ഏതാണ് എനർജി? എനർജിയുടെ പേര് പ്രാണ. ഒന്നും കൂടെ പറയൂ. പ്രാണ. കേട്ടിട്ടുണ്ടോ പ്രാണ കുറിച്ചിട്ട്? ഓക്കെ ശരി. അപ്പൊ നമുക്ക് എല്ലാവർക്കും എനർജി കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ആദ്യത്തെ സെഷൻ എന്താ ചെയ്ത്? മെഡിറ്റേഷൻ ചെയ്തു. ഓക്കെ.
ഇനി അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ മാലിനി, അടുത്തത്. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. ഒരു കഥ പറയാം. ഓക്കെ, അതിന്റെ മുമ്പേ ഇതാരാന്ന് പറയാൻ പറ്റുമോ? ക്ലിയർ ആണോ? കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? നേരെ അല്ല, കുറച്ചും പൊക്കി പിടിക്കും ഇതാക്കി. ആ ഇപ്പൊ കാണാമോ? ആ. ഇതാരാ? ഫാർമർ, കൃഷിക്കാരൻ. ഓക്കെ ഓക്കെ, ഈ നമ്മൾ പറയാൻ പോണ കഥയിൽ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അവരെയൊക്കെ നമുക്ക് അറിയാം. ഇതാരാ? ഏ കൊരങ്ങൻ, മങ്കി. ഓക്കെ, കുറച്ചും കൂടെ സൂം ചെയ്തോ. കാണാൻ പറ്റുന്നുണ്ടോ? ഇതേതാ? ഇതാ ടൈഗർ. യെസ്, പുലി. ഓക്കെ, അപ്പോ നമ്മുടെ സ്റ്റോറിയിൽ എന്താ വെച്ചാല്, ഫസ്റ്റ് ഈ കൃഷിക്കാരൻ ഉണ്ടല്ലോ, കൃഷിക്കാരൻ കൃഷിയൊക്കെ ചെയ്തിട്ട് ഭാര്യയും കുട്ടിയൊക്കെ ആയിട്ട് താമസിക്കുകയാണ്. അപ്പോ ഒരു സമയത്ത് മഴ ഇല്ലാണ്ടായപ്പോ കൃഷിയൊന്നും നടന്നില്ല. അപ്പൊ ഭാര്യ പറഞ്ഞു, നമുക്ക് പൈസ വേണമല്ലോ, ജീവിക്കണമല്ലോ, നമുക്കൊരു എന്താണ് ഒരു ജോലി നോക്കാമോ എന്ന് ചോദിച്ചു, ദൂരെ പോയിട്ട്. അപ്പോ കൃഷിക്കാരൻ പറഞ്ഞു, ഞാൻ പോയി നോക്കാം, ജോലി നോക്കാന്ന് പറഞ്ഞു. അപ്പോ ഇങ്ങനെ ഒരു കാടിന്റെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോ ഒരു കുഴി എന്താണെന്ന് അറിയാലോ എല്ലാവർക്കും, ഒരു ചെറിയൊരു ഹോള് പോലെ ഒരു കുഴി. ആ കുഴിയില് ഭയങ്കര ശബ്ദം. എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് എല്ലാരും എന്തൊക്കെയോ സൗണ്ട് വരുന്നു അവിടുന്ന്, ഈ കാടിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഭയങ്കര സൗണ്ട്. അപ്പൊ അതിലിങ്ങനെ നോക്കി, എവിടെയാണ് ഈ സൗണ്ട് വരണേ? കൃഷിക്കാരൻ നോക്കി, രണ്ട് സൈഡ് നോക്കി, ചെറിയൊരു സൗണ്ട്. അപ്പൊ സൗണ്ട് കേൾക്കണ ഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു, ശ്രദ്ധിച്ചു പോയി. അപ്പൊ അവിടെ പോയപ്പോ ഒരു വലിയ കുഴി, ആ കുഴിയില് രണ്ടാൾക്കാരുണ്ടായിരുന്നു. ഇതാരാണ് ആ കുഴിയില്? കാണാൻ പറ്റുന്നത്. ആ കുഴിയിൽ ആരായിരുന്നു? രണ്ടുപേരുണ്ടായിരുന്നു. ആ കൊരങ്ങനും പുലിയും രണ്ടുപേരുണ്ടായിരുന്നു. ആ അപ്പൊ ഈ രണ്ടുപേരും ഒച്ചിട്ടുകൊണ്ടിരിക്കാനെ, രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ഈ കൃഷിക്കാരൻ വിചാരിച്ചു, അവര് കഷ്ടത്തിലാണല്ലോ, ബുദ്ധിമുട്ടിലാണല്ലോ, രക്ഷപ്പെടുത്താന്ന് വിചാരിച്ചു. അപ്പൊ ആദ്യം കൊരങ്ങനെ പിടിച്ചിട്ട് പുറത്തിറക്കി, അത് കഴിഞ്ഞിട്ട് പുലീനെ പിടിച്ച് പുറത്തിറക്കി. അപ്പൊ അവര് ഭയങ്കര സന്തോഷായിട്ട് അവരെന്താ പറഞ്ഞറിയോ? അവര് സന്തോഷമാകുമ്പോ എന്താ പറയാ? അവര് നമ്മൾ ഒരാളെ സഹായിച്ചു കഴിഞ്ഞാൽ അവരെന്താ പറയാ നമ്മളോട്? താങ്ക് യു, നന്ദി എന്ന് പറഞ്ഞിട്ട് പോയി രണ്ടുപേരും. എന്നിട്ട് ഈ കൃഷിക്കാരൻ ഇങ്ങനെ ജോലി തെരഞ്ഞിട്ട് ഇങ്ങനെ പോവും. രാവിലെ കുറെ നടന്നിട്ട് എവിടെയും ജോലി കിട്ടണില്ല. അപ്പൊ ക്ഷീണിച്ചു, വിഷമായിട്ട് തിരിച്ചു വരാൻ തുടങ്ങി. തിരിച്ചു വരുമ്പോ വൈകുന്നേരമായി, ഒന്നും കഴിച്ചിട്ടുമില്ല, വിശന്നിരിക്കുക. അപ്പൊ അങ്ങനെ പോകുമ്പോ പെട്ടെന്ന് ഈ കൊരങ്ങനെ തിരിച്ചു പോണ വഴിയില് കൊരങ്ങനെ കണ്ടോ കൊരങ്ങനെ? കണ്ടോ? കാണാം. അപ്പൊ ഈ കൊരങ്ങൻ എന്താ പറഞ്ഞേ? ചേട്ടാ നിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ കൃഷിക്കാരൻ ചോദിച്ചു, എന്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, കണ്ടിട്ടൊന്നും കഴിച്ചിട്ടില്ല തോന്നുന്നു, ഞാനൊരു സാധനം തരാന്ന് പറഞ്ഞു. അപ്പം വേഗം മരത്തുനിന്ന് ഓടി ഇറങ്ങി ഈ കൊരങ്ങൻ. എന്നിട്ട് കൊരങ്ങന്റെ കയ്യിൽ എന്തായിരുന്നു? കൊരങ്ങന്റെ കയ്യിൽ എന്തായിരുന്നു? മുന്തിരിങ്ങ, ഒരു ബഞ്ച് ഓഫ് ഗ്രേപ്സ്, നല്ല കളർഫുൾ ആയിട്ടുള്ള ഗ്രേപ്സ്. അപ്പൊ ഈ ഗ്രേപ്സ് എടുത്തിട്ട് ഈ കൃഷിക്കാരന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കഴിച്ചോളൂ. അപ്പൊ കൃഷിക്കാരൻ ആദ്യം ആലോചിച്ചു, ഞാൻ എടുക്കണോ വേണ്ടെന്ന് ആലോചിക്കായിരുന്നു. പിന്നെ ഭയങ്കര വിശപ്പായിരുന്നു. പിന്നെ കുരങ്ങൻ പറഞ്ഞു, സാരില്ല, എടുത്തോളൂ, എനിക്ക് ഭയങ്കര നന്ദിയുണ്ട്, ഇത് എടുത്തോളൂ, എന്നെ അന്ന് സഹായിച്ചതല്ലേ എന്ന് പറഞ്ഞു. എന്നിട്ടപ്പോ കൃഷിക്കാരൻ മുന്തിരിങ്ങ ഒക്കെ ഓരോന്നായിട്ട് കഴിച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു. അതെല്ലാം കഴിച്ചിട്ട് കൃഷിക്കാരൻ എന്താണ് കുരങ്ങനോട് പറഞ്ഞത്? മുന്തിരിങ്ങ കൊടുത്തപ്പോ എന്താ പറഞ്ഞേ? നന്ദി, താങ്ക് യു എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ നടന്നു പോയപ്പോ മനസ്സിൽ ഇങ്ങനെ വിഷമായിരുന്നു. ഇപ്പൊ ജോലി ഇല്ലല്ലോ, അപ്പൊ എങ്ങനെ നടക്കും വീട്ടിലെ കാര്യങ്ങളൊക്കെ അങ്ങനെ ആലോചിച്ചിരുന്നപ്പോ
അപ്പൊ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. നോക്കിയപ്പോ ആരാ ഫ്രണ്ടില്? ആരത്? യെസ്, ടൈഗർ, പുലി വന്നിട്ട് പറഞ്ഞു, ചേട്ടാ നിക്കൂന്ന് പറഞ്ഞു. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ചേട്ടന് ജോലി കിട്ടിയില്ല എന്ന് തോന്നുന്നു, വിഷമത്തിലാ തോന്നുന്നു. അപ്പൊ എന്താണ് പറയാ, എന്റെ വീട്ടിലേക്ക് വരൂ. ഈ പുലിന്റെ വീടിന് എന്താ പറയാ? പുലിന്റെ വീടിന് എന്താ പറയാ? ഗുഹ. ആ, കറക്റ്റ്, ഗുഹ. ഇതാ ഗുഹ, കണ്ടോ? ഡെൻ എന്ന് പറയും, ഡെൻ, ഗുഹ. അപ്പൊ പുലിന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറെ സ്വർണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. മാല ഉണ്ട്, സ്വർണ്ണം ഉണ്ട്, എന്താ വേണ്ടേച്ചാ എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഈ കൃഷിക്കാരൻ ഈ ഗുഹേന്റെ അകത്ത് പോയി. ഗുഹേന്റെ അകത്ത് പോയപ്പോ എന്താ കണ്ടേ? ഇതെന്താ അത് അകത്ത്? ഗുഹേന്റെ അകത്ത് എന്താ? ആ, സ്വർണം, മാല, വള, കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ ആ അപ്പൊ ഈ സാധനം, ട്രോഫി എന്തൊക്കെയാ അല്ലേ? അപ്പൊ ഇതൊക്കെ എടുത്തിട്ട് ആവശ്യത്തിന് എടുത്തു, കുറെ എടുത്തില്ല, ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് കൃഷിക്കാരൻ പുറത്തിറങ്ങിയിട്ട് ഈ ടൈഗറിനോട് എന്താ പറഞ്ഞത്? താങ്ക് യു, നന്ദി എന്ന് പറഞ്ഞു. താങ്ക് യു. അത് കഴിഞ്ഞിട്ട് കൃഷിക്കാരൻ ഈ സ്വർണ്ണമൊക്കെ ആയിട്ട് സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. അപ്പൊ എന്താ നമ്മൾ ഇന്നത്തെ സ്റ്റോറിയിൽ മനസ്സിലാക്കണ്ടേ? ഈ ചെറിയ സ്റ്റോറിയിൽ എന്താ മനസ്സിലായത്? ആർക്ക് ആൻസർ ചെയ്യാൻ പറ്റുക? ഈ സ്റ്റോറിയിൽ നിന്ന് എന്താ മനസ്സിലായത്? മോറൽ ഓഫ് ദ സ്റ്റോറി എന്താ? എല്ലാരും നമ്മളെ സഹായിക്കണം. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, സഹായിക്കണം. അപ്പൊ സഹായിച്ചാൽ എന്ത് പറ്റും? സഹായിക്കുന്നവരെ എന്ത് പറയും? താങ്ക് യു എന്ന് പറഞ്ഞാല് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി. അപ്പൊ നമ്മള് മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമുക്ക് ആവശ്യം വരുമ്പോൾ നമുക്കും സഹായം കിട്ടും, അല്ലെ? അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം. സഹായിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും നമ്മളെ സഹായിച്ചാൽ എന്താ പറയണ്ടേ? താങ്ക് യു, ഗ്രാറ്റിറ്റ്യൂഡ്, അല്ലെ? നന്ദി. ഓക്കെ, ഇതാണ് ഇന്നത്തെ ചെറിയ സ്റ്റോറി ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി. എപ്പോഴും നമ്മൾ ഇന്നോട്ടിട്ട് എപ്പോഴും മനസ്സിൽ ആരെങ്കിലും ചെറുതായിട്ട് നമ്മളെ സഹായിച്ചാൽ പോലും നമ്മൾ അവരോട് താങ്ക് യു പറയണം, അല്ലെ? ഇപ്പൊ ഡെയിലി മമ്മി അമ്മ ഒക്കെ ഫുഡ് ഉണ്ടാക്കി തരുന്നില്ലേ, നമ്മൾ എപ്പോഴെങ്കിലും താങ്ക്സ് പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് നമുക്ക് പറയാം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാം. നജ്മ മാം, ആന്റിക്ക് ഒരു താങ്ക്സ് പറയണ്ടേ ഈ കഥയൊക്കെ പറഞ്ഞു തന്നതിന്? അപ്പൊ എല്ലാരും ഒരു താങ്ക് യു പറഞ്ഞേ. എല്ലാരും ആന്റിക്ക് താങ്ക് യു, വെൽക്കം. ഓക്കെ, നെക്സ്റ്റ് പാർട്ട്. ഹലോ. ഞാൻ കുറച്ചുകൂടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ദേവാനന്ദ്, അഭിഷേക്, അദ്വൈത്, ശിവാനി, ഭദ്ര, തനിഷ്ക. എല്ലാരും എൻജോയ് ചെയ്തോ മെഡിറ്റേഷനും സ്റ്റോറിയൊക്കെ? എൻജോയ് ചെയ്തു? നല്ല സ്റ്റോറി ആയിരുന്നില്ലേ? മെഡിറ്റേഷൻ കഴിഞ്ഞ് വളരെ റിലാക്സ്ഡ് ആയിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ സ്റ്റോറി അല്ലേ നമ്മൾ കേട്ടേ? ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ട് എനർജി നമുക്ക് ഫീൽ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത സ്റ്റോറി കേട്ടത്, അല്ലേ? ഇപ്പൊ എനർജി കൂടിയില്ലേ? ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റിയല്ലേ നമ്മൾ സ്റ്റോറി കേട്ടത്, അല്ലേ? ഇപ്പൊ ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി ഒരു ചെറിയ ഐഡിയ ഉണ്ടായില്ലേ? ഗ്രാറ്റിറ്റ്യൂഡിന് അല്ലാതെ എന്താ പറയാ? താങ്ക്ഫുൾനെസ്. എന്താ? താങ്ക്ഫുൾനെസ്. ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഇഷ്ടമാണോ? ക്രാഫ്റ്റ് ഇഷ്ടമാണോ എല്ലാവർക്കും? ഇഷ്ടമാണോ? ടിഷ്യൂ പേപ്പർ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നോ ഇന്നലെ പറഞ്ഞത്? ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇന്ന് എന്റെ പേര് നജ്മ എന്നാണ് കേട്ടോ. ആരും എന്റെ പേര് ചോദിച്ചില്ലല്ലോ. എന്റെ പേര് നജ്മ എന്നാണ്. അപ്പൊ ഇന്ന് ഞാൻ ക്രാഫ്റ്റാ പഠിപ്പിച്ചായിരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ കണ്ടിന്യൂവേഷൻ ചെയ്യാം. ഇപ്പൊ മാം പറഞ്ഞില്ലേ പാരന്റ്സ് നമ്മളെ പുറത്തുനിന്ന് ആരെങ്കിലും ഹെൽപ്പ് ചെയ്ത് നമ്മൾ എപ്പോഴും താങ്ക് യു ഇടയ്ക്കെങ്കിലും ഒക്കെ പറയൂല്ലേ? പറയാൻ മറന്നു പോയാലും ഇഫ് സംബഡി ഹെൽപ്സ് നമ്മുടെ സ്കൂളിലൊക്കെ പഠിപ്പിച്ചായിരുന്നു നമ്മൾ എപ്പോഴും താങ്ക് യു പറയാൻ ശ്രമിക്കാറുണ്ട്. താങ്ക് യു ടീച്ചറൊക്കെ പറയാറില്ലേ ടീച്ചറൊക്കെ പോകുമ്പോ? പക്ഷെ ഇന്ന് മാം പറഞ്ഞില്ലേ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തന്ന പാരന്റ്സിനോട് നമ്മൾ താങ്ക് യു പറയാൻ എപ്പോഴും മറന്നു പോകും. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാ നമ്മുടെ ലൈഫില്?
വെരി ഗുഡ് വെരി ഗുഡ്. സോ പ്രൗഡ്. നിങ്ങൾ അത് മനസ്സിലാക്കിയല്ലോ. നമ്മൾ അത് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ തൊട്ടടുത്ത് നിൽക്കുന്നവരുടെ അടുത്താണ് നമ്മൾ താങ്ക് യു പറഞ്ഞ് ശീലിക്കേണ്ടത്. അപ്പൊ നമുക്ക് വെൻ വി ഫീൽ താങ്ക്ഫുൾ ടു ഫോർ ഓൾ ദി തിങ്സ് ദാറ്റ് വി ഹാവ്, വി വിൽ ബി ബ്ലെസ്ഡ് വിത്ത് മോർ. മനസ്സിലായോ? നമുക്ക് ഉള്ള കാര്യങ്ങൾക്ക് നമ്മൾ താങ്ക് യു പറയുമ്പോൾ നമുക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് യൂണിവേഴ്സിൽ തന്നെ നമുക്ക് തരും. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇന്നൊരു ഗിഫ്റ്റ് കൊടുക്കാം. നമുക്ക് പേരൻസ്, ഞാനത് കാണിച്ചു തരാം. കയ്യില് ടിഷ്യൂ പേപ്പർ ഉള്ളവരെല്ലാരും എടുത്തോളൂ കേട്ടോ. അതുകൊണ്ട് ഈ ഫ്ലവറാ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. കാണാവോ? ടിഷ്യൂ പേപ്പർ ഉണ്ടോ കയ്യില്? എത്ര പേരുടെ കയ്യിലാ ഉള്ളേ? ഒരാളുടെ കയ്യിലുണ്ട് അല്ലേ? ഞാൻ കാണിച്ചു തരാം. വളരെ ഈസി ആയിട്ടുള്ളതാ. ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ എന്നോട് ചോദിച്ചാലും മതി. നമുക്ക് 4 ടിഷ്യൂ പേപ്പറാ വേണ്ടേ കേട്ടോ. 4 ടിഷ്യൂ പേപ്പർ എടുത്ത് വെക്കാവോ? കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങക്ക്? കാണാൻ പറ്റുന്നുണ്ടോ? എല്ലാരും പറഞ്ഞാലേ എനിക്ക് കേൾക്കുള്ളൂ. കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. തന്നെ എങ്ങനെയാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് പിങ്ക് കളറിലെ ടിഷ്യൂ പേപ്പർ ആണ് കേട്ടോ. കണ്ടോ? നിങ്ങൾ ഏത് ഏജ് ഗ്രൂപ്പ് ആണെന്ന് അറിയാത്തോണ്ടാണ് ഞാൻ സിസേഴ്സ് ഒന്നും പറയാതെ. നമുക്ക് സിസേഴ്സ് ഒന്നും യൂസ് ചെയ്യാതെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവർ ആട്ടോ ഇത്. എല്ലാവർക്കും ഫാൻ ഉണ്ടാക്കാൻ അറിയാമോ? ഫാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഫാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ ആ ഒരു ഫോൾഡിങ് ആണ് നമുക്ക് ഇതിൽ വേണ്ടേ. ഓക്കെ, ഈ ക്രാഫ്റ്റും ഒരു ഫോം ഓഫ് മെഡിറ്റേഷൻ ആണ്. എന്തുകൊണ്ടാന്ന് അറിയാമോ? നമ്മൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എൻജോയ് ചെയ്ത് ചെയ്യണം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും ചോദിച്ചത് ക്രാഫ്റ്റ് ചെയ്യാൻ ഇഷ്ടമുണ്ടോ എന്നുള്ളത്. കയ്യില് ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, ഇത് വളരെ ഈസിയാണ്. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ കിട്ടാൻ മതി. ഓക്കെ, ഇങ്ങനെയാ വെച്ചിരിക്കുന്നത്. 4 ടിഷ്യൂ പേപ്പർ ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് വെക്കൂ കേട്ടോ. ഞാനിത് വെച്ചിരിക്കുന്നത് കാണാവോ? 4 ടിഷ്യൂ പേപ്പേഴ്സ് ഇങ്ങനെ വെക്കുക. അടുക്കി നല്ല അറേഞ്ച്ഡ് ആയിട്ട് വെക്കുക. ഞാൻ റബ്ബർ ബാൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റബ്ബർ ബാൻഡ് ഉണ്ടോ അടുത്ത്? വെച്ച് കഴിയുമ്പം കഴിഞ്ഞു എന്ന് പറഞ്ഞേക്കണേ. അപ്പൊ അടുത്ത സ്റ്റെപ്പ് കാണിച്ചു തരാം. നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ വെച്ചോ. ഞാൻ ഇത് ചെയ്ത് വേഗം കാണിച്ചു തരാം. എന്നിട്ട് ഓരോരോ സ്റ്റെപ്പായിട്ട് ഞാൻ വീണ്ടും പറഞ്ഞു തരാം. ഓക്കെ, നിങ്ങൾ ഓഡിയോ ഓൺ ആക്കിക്കോ. മ്യൂട്ട് ആക്കി വെച്ചാലേ എനിക്ക് കേൾക്കാൻ പറ്റുള്ളൂ. എല്ലാവരും അൺമ്യൂട്ട് ചെയ്തോളൂ. അപ്പൊ മാമിന് കേൾക്കാൻ പറ്റുള്ളൂ. യെസ്സോ നോ കാണുന്നുണ്ട് എന്തെങ്കിലും പറയണമെങ്കിൽ എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് വെച്ചോളൂ. ഞാനിത് കാണിക്കാം കേട്ടോ. ഇത് എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഞാൻ പറയാണേ. ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇതെല്ലാം കൂടി ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്യാ പതുക്കെ. കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഫാൻ ഉണ്ടാക്കുന്ന പോലെ നമ്മള് ഇങ്ങനെ സിഗ്സാഗ് ആയിട്ട് ഫോൾഡ് ചെയ്യുക. കാണോ? ആയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തോണ്ടിരിക്കുക. ചെയ്യുന്നുണ്ടോ?
ഞാൻ ചെയ്താലും മതി, പാടാണെന്നുണ്ടെങ്കിൽ നോക്കിക്കൊണ്ടിരുന്നാലും മതി. ആ ഹോൾ ലെങ്ത്തും നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് എന്നെ കാണിക്കണേ. അങ്ങനെ തന്നെ, അങ്ങനെ പിടിച്ചോ. ഫോൾഡ് ചെയ്ത് തനിഷ്ക കാണിച്ചല്ലോ, അങ്ങനെ ഫോൾഡ് ചെയ്ത് പിടിച്ചോ കേട്ടോ. അതിന്റെ മിഡിൽ ഇങ്ങനെ പിടിച്ചോ. നമുക്ക് ഫാൻ കാണാമല്ലോ. അതെ അതെ, കാണിക്കുന്നുണ്ട്. അദ്വൈത് കാണിച്ചു, തനിഷ്ക കാണിച്ചു, ശിവാനി, അഭിഷേക് കാണിച്ചു. വെരി ഗുഡ്. ഈ മോളുടെ പേരെന്താ? പിങ്ക് ഡ്രസ് ഇട്ടിരിക്കുന്ന മോളുടെ പേര് വിനീത എന്ന് പറഞ്ഞ മോളുടെ പേരെന്താ? പിങ്ക് ഡ്രസ് എന്തോ കേൾക്കുന്നില്ല മോളെ? ഉറക്കെ പറയാമോ മോള്? അനുപമ എന്നാണോ? നിരുപമ. ഓക്കെ. നിരുപമ ചെയ്തു, അഭിഷേക് ചെയ്തു, തനിഷ്ക ചെയ്തു, ശിവാനി ചെയ്തോ? ശിവാനി, ഭദ്ര ചെയ്തോ? അപ്പൊ റബ്ബർ ബാൻഡ് ഉണ്ടോ കയ്യില്? എന്നിട്ട് നമ്മൾ ആ മിഡില് അത്രയും ടൈറ്റ് ആയില്ലെങ്കിലും ഒരു 2-3 വട്ടം ഒന്ന് ഇങ്ങനെ ഇടുക. കണ്ടോ? എല്ലാവർക്കും ഇടാൻ പറ്റിയോ? ദേവാനന്ദൻ നോക്കിക്കൊണ്ടിരുന്നാ മതി, മോൻ പിന്നെ ചെയ്താ മതി. മോന് മനസ്സിലാവുന്നുണ്ടോ ഇതെങ്ങനെയാന്ന്? മനസ്സിലായോ? വെരി ഗുഡ്, മിടുക്കനാണല്ലോ. എല്ലാരും മിടുക്കന്മാരും മിടുക്കികളെ. എന്ത് പെട്ടെന്ന് നിങ്ങൾ ചെയ്തത്. വെരി ഗുഡ്. മോനെ മിഡിലോട്ടാണ് അഭിഷേക്, മിഡിലോട്ട് കറക്റ്റ്. ഒരു മിഡില് റബ്ബർ ബാൻഡ് ഇട്ടോ, കുറച്ച് ടൈറ്റ് ആയിട്ട് ഇട്ടോ മോളെ. തനിഷ്ക ഒരു വട്ടം കൂടെ ഇട്ടോ കേട്ടോ. അഭിഷേക് കറക്റ്റ് ആണ്. ഗുഡ്. ശിവാനിയൊക്കെ ചെയ്തോ? അദ്വൈത് ചെയ്തായിരുന്നോ? ഞാൻ പിന്നെ ഒരു കാര്യം പറയട്ടെ, എല്ലാരും അവരവർ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ യുണീക്ക് ആണ്. വേറെ ആരുടെയും നോക്കണ്ട. നമ്മൾ സ്വന്തമായി ചെയ്തത് ഇപ്പൊ ഒരു വട്ടം ചെയ്തിട്ടും ശരിയായില്ലെങ്കിൽ സാരമില്ല, നെക്സ്റ്റ് ടൈം വി വിൽ ട്രൈ. ഓക്കെ, നമ്മൾ ഓരോ വട്ടം ട്രൈ ചെയ്യുമ്പോഴും അത് ബെറ്റർ ആവുക ചെയ്യുക. ഓക്കെ, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഡൂയിങ് ഇറ്റ് ഓൾ ബൈ യുവർ സെൽഫ്. കേട്ടോ? ഇപ്പൊ ഈ വട്ടം ശരിയായില്ലെങ്കിലും വിഷമിക്കുക വേണ്ട. നമ്മൾ ചെയ്യാൻ കാണിക്കുന്ന ആ ഒരു എന്തൂസിയാസം ഉണ്ടല്ലോ, ദാറ്റ് കൗണ്ട്സ്. കേട്ടോ? കഴിഞ്ഞോ? നിങ്ങൾക്ക് ഞാൻ സിസേഴ്സ് യൂസ് ചെയ്യണ്ടെന്ന് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സിസേഴ്സ് വെച്ച് ഈ എൻഡ് ഒന്ന് കട്ട് ചെയ്യാം. കേട്ടോ? നിങ്ങൾ ചെയ്യണമെന്നില്ല. നമുക്ക് ഈ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. എൻഡ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാ, നമ്മൾ ചെയ്ത് വെച്ചിട്ടില്ലേ, അതിന്റെ ചെയ്യണം എന്നില്ല, ഞാനത് കാണിച്ചു തരുന്നേ ഉള്ളൂ. അത് ഓപ്ഷണൽ ആണ്. ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ എൻഡ് കട്ട് ചെയ്യാം. കാണാവോ? ഇങ്ങനെ വരും പോയിന്റഡ് ആയിട്ട്. ചെയ്തില്ലെങ്കിലും ഇറ്റ് ഇസ് ഓക്കെ. കണ്ടോ? സ്കെച്ച് പെൻ ഉണ്ടോ എല്ലാവരുടെയും കയ്യിൽ? സ്കെച്ച് പെൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല. സ്കെച്ച് പെൻ വെച്ച് ചെയ്താൽ ഇങ്ങനെ ഈ എൻഡില് ഞാൻ എന്റെ സ്കെച്ച് പെൻ വെച്ചിട്ട് ഇങ്ങനെ കളർ ചെയ്തു. കാണാവോ? ഞാൻ ഇങ്ങനെ ഈ എൻഡിൽ ഫുള്ളായിട്ട് അങ്ങ് കളർ ചെയ്ത് വെച്ചു. കാണാൻ പറ്റുന്നുണ്ടോ? 2 എൻഡിലും ഞാൻ അങ്ങനെ കളർ ചെയ്ത് വെച്ചു. സ്കെച്ച് പെൻ ഉണ്ടോ എല്ലാവരുടെയും കയ്യില്? അപ്പൊ ആ സ്കെച്ച് പെൻ വെച്ചിട്ട് താണ്ട് ഇങ്ങനെ ഒന്ന് നിങ്ങൾ കട്ട് ചെയ്യാതെ ആ എൻഡിൽ നന്നായിട്ടൊന്ന് കളർ ചെയ്ത് നോക്കി. ആ എൻഡിൽ മാത്രം. ദേവാനന്ദന് ഇഷ്ടപ്പെട്ടോ? ഇനി ചെയ്യുമോ? ഇരുന്ന് ചെയ്യാൻ ആഗ്രഹമുണ്ടോ?
വെരി ഗുഡ്. ചെയ്യണേ പിന്നെ കേട്ടോ. ചെയ്തിട്ട് ഫോട്ടോ ഇട്ട് തരണേ കേട്ടോ. ആ നിരുപമ നല്ലതായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. അദ്വൈതിനെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. തനിഷ്ക ചെയ്യണേ, മോളും ചെയ്യണം കേട്ടോ. ഇപ്പൊ എങ്ങനെയാ ചെയ്യുന്നതെന്ന് കണ്ടിട്ട് ചെയ്യണം. ആ ചെയ്ത് വെച്ചിരിക്കുന്നത് പഠിക്കാമല്ലോ അപ്പൊ. ഓക്കെ. ശിവാനി, ലക്ഷ്മിപ്രിയ എന്ന് പറഞ്ഞ മോളാണോ? ചെയ്തോ? എനിക്ക് എല്ലാരെയും ഇതിൻ്റെ അകത്ത് ഒരുമിച്ച് കാണുന്നില്ല. ലക്ഷ്മിപ്രിയ ചെയ്തോ? അത്രയും മതി മോളെ. അത്രയും അത് അങ്ങനെ തന്നെ. എന്നിട്ട് ഈ എൻസിൽ ഒന്ന് സ്കെച്ച് പെൻ വെച്ചിട്ട് മാർക്ക് ചെയ്യാം. ഇറ്റ് ഈസ് ഓൾസോ ഓപ്ഷണൽ. നമുക്ക് ഹൗ വി വാണ്ട് ഇറ്റ് ടു ബി എന്നുള്ളത് കൊണ്ട് മാത്രം. ഇഫ് യു വാണ്ട് ഇറ്റ് ടു ബി സിമ്പിൾ ഇറ്റ്സ് ഫൈൻ കേട്ടോ. ഓക്കെ. അഭിഷേക് ചെയ്തോ? കളർ ചെയ്തോ എല്ലാരും? ഇനി അടുത്ത സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോ. ഇത് നമ്മുടെ ഇപ്പൊ ഒരു രണ്ട് സൈഡിലും ഫാൻ പോലെയല്ലേ ഇരിക്കുന്നേ. നമ്മൾ അതിനെ ചെറുതായിട്ടൊന്ന് അൺഫോൾഡ് ചെയ്യാണ്. ഈ രണ്ട് സൈഡും ഇങ്ങനെ ആക്കുക. ഇപ്പൊ എല്ലാവർക്കും ഒരു ഫ്ലവർ പോലെ ആയോ? ആ എൻഡ്സ് തമ്മിൽ ഒന്ന് ചേർത്ത് വെക്കുക. കണ്ടോ? ചേർന്ന് ഇരിക്കണം എന്നൊന്നും ഇല്ല, ഇങ്ങനെ കൈവച്ച് ചേർത്ത് പിടിക്കുക. കാണിക്കാവോ എല്ലാരും എന്ത് കണ്ടീഷൻ ആയിന്ന്? ആയോ? ഇതായോ? അദ്വൈത് ചെയ്തോ മോനെ? ഗുഡ് ഗുഡ് ഗുഡ്. ഇങ്ങനെ തന്നെ ചേർത്ത് വെക്കുക. ഒരു ഫ്ലവർ പോലെ ആക്കി വെക്കുക. ആക്കി വെച്ചോ? ഗുഡ് ഗുഡ്. അഭിഷേക് നന്നായിട്ടുണ്ട് കേട്ടോ. ശിവാനി ചെയ്തോ? ഓക്കെ. ഇങ്ങനെ ചേർത്ത് വെച്ചാൽ മതി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നമ്മൾ 4 ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ? 4 ടിഷ്യൂ പേപ്പർ എടുക്കുമ്പം അപ്പം വി ക്യാൻ പുൾ. പക്ഷെ വളരെ ജെന്റിൽ ആയിട്ട് വേണം പുൾ ചെയ്യാനായിട്ട്. ഓരോ ടിഷ്യൂ പേപ്പറിന്റെ ലെയറും നമ്മളിങ്ങനെ പുള്ളി ചെയ്യുക. നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് പതുക്കെ ചെയ്യണം. കാണാമോ? ഈ ഓരോ നമുക്ക് ഈ 4 ലെയേഴ്സും കാണാൻ പറ്റുന്നുണ്ടല്ലോ. ആ ലെയേഴ്സ് ഇങ്ങനെ പതുക്കെ പതുക്കെ പുള്ളി ചെയ്യുക സെന്ററിലോട്ട്. കാണാവോ? എന്താ മോനെ? ആരെങ്കിലും ചെയ്തു തുടങ്ങിയോ? ഞാൻ ഈ ചെയ്യുന്നത് നോക്കിയാലും മതി, എന്നിട്ട് പതുക്കെ ഇരുന്ന് ചെയ്താലും മതി. പിന്നെ ഇങ്ങനെ സെന്ററിലോട്ട് നമ്മള് ഓരോ ലെയറും പുള്ളി ചെയ്തെടുക്കുകയാണ്. പതുക്കെ ചെയ്യണമെന്നേ ഉള്ളൂ. ഹറി ചെയ്യണ്ട. വളരെ ജെന്റിൽ ആയിട്ട് വേണം ഓരോ ലെയേഴ്സും നമ്മൾ അൺഫോൾഡ് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ 4 ടിഷ്യൂ പേപ്പേഴ്സ് ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇനി ആ 4 ടിഷ്യൂ പേപ്പേഴ്സിനെയും ഇനി ഒരു ഡിഫറെന്റ് ഫോമിലേക്ക് കൊണ്ടുവരികയാണ്. കാണോ? അങ്ങനെ ഈവൻ ആയിട്ട് നമ്മൾ ഓരോ സൈഡിൽ നിന്ന് ഓരോ എൻഡിൽ എത്തുമ്പോഴത്തേക്ക് അടുത്തത് തന്നെത്താനെ അങ്ങ് വന്നോളൂ. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങക്ക്? നിങ്ങക്ക് ഇത് ഇപ്പൊ ഞാൻ കാണിച്ചു തന്നത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ അല്ലാതെ ഹെൽപ്പ് ചെയ്യാം, ഡൗട്ട് ഉണ്ടെങ്കിൽ കേട്ടോ. എന്റെ ഫ്ലവർ ഇത് ഇത്രയായി. എനിക്ക് ചെയ്ത ശീലം ഉള്ളതുകൊണ്ടാട്ടോ എനിക്ക് ഇത്ര എളുപ്പമായിട്ട് വരുന്നത്. നിങ്ങൾ പതുക്കെ ചെയ്താൽ മതി. നിരുപമ ചെയ്യുന്നില്ല? തനിഷ്ക ചെയ്തോ? നന്നായിട്ടുണ്ടല്ലോ. പതുക്കെ ചെയ്താൽ മതി. ഞാൻ ഇതിന്റെ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. എന്നാലും ഈ ചെയ്ത അത്രയും കാണിക്കും. ഏത് സ്റ്റെപ്പ് എത്തിയെന്ന് വെച്ചാൽ ഞാൻ അവിടെ നിന്ന് ഹെൽപ്പ് ചെയ്യാം. ഇപ്പൊ എല്ലാരും ഈ സ്റ്റെപ്പിൽ നിൽക്കുകയാണോ? റബ്ബർ ബാൻഡ് ഇട്ട് വെച്ച് സ്റ്റെപ്പിൽ നിൽക്കുകയാണോ ആരെങ്കിലും? ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി.
ഇവിടെ നിന്ന് വലിക്കുക, മറ്റേതും ഇങ്ങനെ വലിക്കുക. ഹാഫ് വേ. ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാ, ഓരോ ലെയറും ഇങ്ങനെ വലിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാ, കട്ട് ചെയ്തു കളർ ചെയ്യാതെ വെച്ച സംഭവമാണ്. ഇങ്ങനെ പതുക്കെ പതുക്കെ ചെയ്താൽ മതി. കാണാവോ? ശിവാനി ചെയ്തോ? ചെയ്ത അത്ര ഒന്ന് കാണിക്കാവോ എല്ലാരും? അൺമ്യൂട്ട് ചെയ്തോളൂ. അൺമ്യൂട്ട് ചെയ്തിട്ട് മാമിന്റെ അടുത്ത് സംസാരിച്ചോളൂ. ഏതെങ്കിലും സ്ഥലത്ത് ശിവാനിയുടെ കുറെ ശരിയായല്ലോ ഇല്ലേ? എനിക്ക് ക്ലിയർ ആവുന്നില്ല, നോക്കട്ടെ. തനിഷ്ക ചെയ്തോ? തനിഷ്കയുടെ കാണിച്ചോ? എങ്ങനെയായാലും കാണിച്ചാൽ മതി, കുഴപ്പമില്ല. അതിനി പതുക്കെ പതുക്കെ അങ്ങ് ഊരി എടുത്തോ മോളെ. ഇങ്ങനെ നേരെ വെച്ച് ഇങ്ങനെ വെക്കൂ. അങ്ങനെ വെച്ചിട്ട് പതുക്കെ മുകളിലോട്ടാക്കും ഇങ്ങനെ. മുകളില് നിരുപ്പമ്മയുടെ കാണിച്ചേ. നിരുപ്പമ്മ ഇനി അല്ലാതെ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യണം കേട്ടോ, പതിയെ. ഓക്കെ, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, വെരി നൈസ്. അദ്വൈതിന്റെ കാണിക്കാവോ? അഭിഷേകിന്റെ നോക്കട്ടെ മോനെ. കേറിപ്പോയാലും ഒന്നും സാരമില്ല കേട്ടോ. ദിസ് ഇസ് അവർ ഫസ്റ്റ് ട്രൈ. വി ഷുഡ് ബി ബ്രേവ് ഇനഫ്. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട് അഭിഷേക്, വെരി നൈസ് കേട്ടോ. ശിവാനിയുടെ കാണിച്ചേ, ശിവാനിയുടെ. നൈസ് നൈസ്. ഇഷ്ടപ്പെട്ടോ നിങ്ങക്ക്? ശിവാനിക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? ദേവാനന്ദന് ഇഷ്ടപ്പെട്ടോ ഞങ്ങൾ ഉണ്ടാക്കിയ ഫ്ലവറ്? നൈസ്. ദേവാനന്ദ് എപ്പോഴും ഭയങ്കരമായിട്ട് റിപ്ലൈ ചെയ്യാറുണ്ട്. ഐ എം സോ ഹാപ്പി ഫോർ യു. ഓക്കെ, ഏത് ക്ലാസ്സിലാ ദേവാനന്ദ്? ഏത് ക്ലാസ്സിലാ മോനെ? നൈസ്. കണ്ടോ, ഇഷ്ടപ്പെട്ടോ? ഇത് ചെയ്യാൻ തോന്നുന്നുണ്ടോ ദേവാനന്ദിന്? ഇഷ്ടപ്പെട്ടോ? വെരി ഗുഡ്. അപ്പൊ എല്ലാവരുടെയും ഫ്ലവർ ഒന്ന് കാണിക്കാവോ? ലക്ഷ്മി പ്രിയ നന്നായിട്ടുണ്ടോ കേട്ടോ മോളെ, നൈസ്. ഇത് നമുക്ക് ഈ ഫ്ലവർ നമ്മൾ ചെയ്തില്ലേ, ഈ ഫ്ലവർ നമുക്ക് ഒരു എന്തെങ്കിലും, ഇത് എന്റെ കയ്യിൽ ബാംബൂ സ്റ്റിക്ക് എന്ന ഇതിന്റെ പേര്. അതെല്ലാം നമുക്ക് ഏതെങ്കിലും ട്വിഗോ, നമുക്ക് ഈർക്കിലോ ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ റബ്ബർ ബാൻഡ് വെച്ചിട്ടില്ലേ, അതിന്റെ ആ ഒരു ഏരിയയിലോട്ട് നമ്മൾ വെച്ചാൽ നമുക്ക് ഈ ഫ്ലവർ ഇങ്ങനെയാകും. അതല്ല, നമുക്ക് നമ്മുടെ പേരൻസിനോടുള്ള ഇങ്ങനെയും നമുക്ക് പേരൻസിനോട് കൊടുത്തിട്ട് താങ്ക് യു പറയാം. താങ്ക് യു ഫോർ എവറിത്തിങ് ദാറ്റ് ദേ ഡു ഫോർ അസ്, ഇങ്ങനെയും പറയാം. അതെല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റ് അല്ലാതെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബ്യൂട്ടിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫ്ലവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പേപ്പർ ഇല്ലേ, രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് അതിന്റെ മുകളില് ആദ്യം വെക്കുക. അതായത് ഈ പേപ്പർ ഞാൻ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ഇതൊരു ഗ്ലൂ വെച്ചിട്ട് നമ്മൾ ഇത് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു കാർഡാവും. ഇതിൻ്റെ അകത്ത് നമുക്ക് വേറെ പിക്ചേഴ്സ് ഒക്കെ വരയ്ക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇൻസൈഡിൽ നമ്മൾ എഴുതി കൊടുക്കും നമ്മുടെ പാരന്റ്സിനോട് നമുക്ക് എത്ര ഇഷ്ടമുണ്ട്, എന്തിനൊക്കെയാ നമ്മൾ ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളതെന്നുള്ളത് നമുക്ക് ഒന്ന് പോയിന്റ് ചെയ്ത് എഴുതി കൊടുക്കാം. ടു മൈ മദർ, ടു മൈ ഫാദർ, രണ്ടുപേർക്കും സെപ്പറേറ്റ് ആയിട്ടും ചെയ്ത് കൊടുക്കാം. ഓക്കെ, കേട്ടോ എല്ലാരും? ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ ചെയ്യുവോ ആ കാർഡ്? ഇപ്പൊ ഇന്ന് എന്തായാലും എല്ലാരും ഒരു ഫ്ലവർ ഉണ്ടാക്കിയില്ലേ? എല്ലാവരുടെയും ഫ്ലവർ ഒന്ന് കാണിച്ചേ. എല്ലാവരുടെയും ഫ്ലവർ ഒന്ന് മുക്കിയിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. എല്ലാരും കാണിക്കണം, ഒരുമിച്ച് കാണിക്കണേ. ലക്ഷ്മിപ്രിയയുടെ ഫ്ലവറില് ആ മിഡിലില്ലേ, എന്ന് വെച്ചാൽ കുറച്ചും കൂടെ നമ്മൾ സെന്ററിലേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പൊ ആ റബ്ബർ ബാൻഡ് കാണില്ല. മറ്റേ ടിഷ്യൂ പേപ്പർ കുറച്ചും കൂടെ സെന്ററിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഫസ്റ്റ് ലെയർ കുറച്ചും കൂടെ അടുത്തേക്ക്. അപ്പം ആ റബ്ബർ ബാൻഡ് കാണില്ല. ശിവാനി, ഭദ്ര, ദേവൻ 3 പേരുടെയും സൂപ്പർ ആയിട്ടുണ്ട്.
നിങ്ങക്ക് ഇപ്പൊ ഈ കട്ട് ചെയ്യാതിരുന്നിട്ടും ആ ഫ്ലവർ ഭംഗിയുണ്ടല്ലോ, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ടെക്സ്ചറിൽ കിട്ടും, ഇതുപോലെ കിട്ടും കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് രണ്ടെണ്ണം ആക്കി 2 പേരൻസിനായിട്ട് സെപ്പറേറ്റ് കൊടുക്കാം. നമ്മളിപ്പം ഡിഫറെന്റ് കളേഴ്സ് ഓഫ് ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കളർഫുൾ ആക്കാം. ഓക്കെ, ഓക്കെ മോളെ, നന്നായിട്ടുണ്ട്. ലക്ഷ്മിപ്രിയയുടെ നന്നായി, എല്ലാവരും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഇത് പറഞ്ഞിട്ട് നമ്മള് എന്താ പറയേണ്ടത്? ഇതൊക്കെ ചെയ്ത് കാണിച്ചു തന്ന നജ്മാന്റിക്ക് എന്താ പറയണ്ടേ? എന്താ പറയണ്ടേ? ഓഡിയോ ഇതാക്കിയമ്മ, കേൾക്കാമോ മാലിനി? ആ, നജ്മ മാമിന്റെ അടുത്ത് എന്താ പറയാന്ന്? നല്ലൊരു ബ്യൂട്ടിഫുൾ ക്രാഫ്റ്റ് കാണിച്ചില്ലേ, ഇത്രയും ഭംഗിയുള്ള ഫ്ലവർ. അപ്പൊ നമ്മൾ താങ്ക് യു. അപ്പൊ എല്ലാ ലിറ്റിൽ ചാമ്പ്യൻസിനൊക്കെ താങ്ക് യു ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന്, ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയതിന് ആൻഡ് മെഡിറ്റേഷൻ ചെയ്തതിന്. താങ്ക് യു സോ മച്ച് എല്ലാരും വന്നതിന്. എങ്ങനെയുണ്ട്? താങ്ക് യു. ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾ എല്ലാരും അതേപോലെ ചെയ്തതിന് താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്. താങ്ക് യു ഫോർ ഡൂയിങ് ഇറ്റ് ആസ് ഐ സെഡ്. താങ്ക് യു ഫോർ ബീയിങ് ദർ. നിങ്ങൾ പകുതിക്ക് വെച്ച് ഇട്ടിട്ട് പോകാത്തതിനും ഐ എം സോ ഹാപ്പി ഫോർ ഓൾ ഓഫ് യു കേട്ടോ. എന്തെങ്കിലും നിങ്ങൾക്ക് വ്യത്യാസം, ഞാൻ ഇതിന്റെ ഒരു ലിങ്ക് അയച്ചു തരാം, നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റാത്തവർക്ക് പിന്നെ ചെയ്യാനായിട്ട് കേട്ടോ. മാലിനി മാം ഇട്ട് തരും. അപ്പൊ യു ക്യാൻ ഡു ഇറ്റ് ലേറ്റർ ഓൺ. നമുക്ക് പതുക്കെ സമയമെടുത്ത് ചെയ്താൽ മതി. ഇപ്പം ഇങ്ങനെ ഒരു സംഭവം ആകും എന്ന് മനസ്സിലായില്ലേ? ടേക്ക് സം ടൈം. ഓരോരുത്തർക്കും ടൈം എടുക്കുന്നത് വ്യത്യാസമാണ്. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. യു വിൽ ഡു ബെറ്റർ നെക്സ്റ്റ് ടൈം കേട്ടോ. എല്ലാരും നോക്കിയേ, ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ഓൾ ഓഫ് യു ആൻഡ് ടു യുവർ പാരന്റ്സ് ടു. They all took the effort to make you sit over here, do the craft കേട്ടോ. Love you all. May God bless you all. അപ്പൊ എല്ലാരും താങ്ക് യു. ഇപ്പൊ ചെയ്യാൻ പറ്റാത്തവർക്ക് I will send you the link so that you can do it later. അപ്പൊ ലിറ്റിൽ ചാമ്പ്യൻസിന്റെ സുപ്രിയ മാമിന്റെ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ ഇടാം. അപ്പോൾ ഇത് ഈ മാം ചെയ്ത ക്രാഫ്റ്റ് ഉണ്ടല്ലോ, അത് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ട് അതിൽ ഫോട്ടോ ഇടാം. ഓക്കെ ഓക്കെ Yes. യെസ് ഓക്കെ. താങ്ക് യു. സി യു. ബൈ ബൈ. Bye. Have a Bye. ഇഷ്ടമായോ എല്ലാവർക്കും? Yes. എല്ലാവർക്കും ഇഷ്ടമായോ? ഓക്കെ, Bye. ബൈ.